അഷറഫി നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 8-ാമത്തെ അധ്യായം. സൽമ ഗുരുവിൻ്റെ തമ്പുരുവിൻ്റെ ശബ്ദം ആദ്യമായി കേട്ടത് രാത്രിയുടെ തീരമായ കാട്ടിൽ നിന്നായിരുന്നു. മണ്ണിൻ്റെ മൃദുവായ ഇരുണ്ട വഴികളിൽ കൂടി ആ ശബ്ദം സാന്ദ്രമായി പതിച്ചത് സൽമയുടെ ആത്മാവിലേക്കായിരുന്നു. അതെ, ഭക്തിയും വേദനയും ചേർന്നൊരു കുലുക്കം. നിന്റെ അകത്തെ ഭയം ഭഗവാന്റെ ദേഹമാണ്, ഗുരു പറഞ്ഞു. അതിനെ തള്ളി മാറ്റുകയല്ല വേണ്ടത്, ചുംബിക്കുക. ഭയത്തിന് വാക്കുകളുണ്ട്, നീ അത് കേൾക്കണം. സൽമ അതിഭക്തിയോടെ കേട്ടു. ആ ശബ്ദം കരുണയായിരുന്നു. ചെറു ചൂടുള്ള വെള്ളം പോലെ അവളുടെ ഉള്ളിലേക്കൊഴുകിയ ഒരു നിശബ്ദ സ്നേഹം. ഗ്രാമത്തിലെ വെളിച്ചം പറ്റിയ കണ്ണുകൾക്ക് ഈ ഗുരുവിൻ്റെ വരവ് ഒരു പകൽ പോലെയായിരുന്നു. പച്ചമരങ്ങൾക്കിടയിൽ ഒരു വൃത്തം. വീണയൊന്നുരിയുന്ന ശബ്ദം ആകാശത്തെയും മണ്ണിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സാന്ദ്ര നമസ്കാരമായിരുന്നു. അന്ന് മുസ്തഫയും അവിടെ ഉണ്ടായിരുന്നു. അവൻ തലകുനിച്ചിരുന്ന് ഗുരുവിൻ്റെ വാക്കുകളിൽ ആരെയോ തിരയുകയായിരുന്നു. അവൻ ആരെയാണ് തേടിയിരുന്നത്? ആരെയുമല്ല, അവനെ തന്നെ. മറ്റൊരാളെ നഷ്ടപ്പെട്ടാൽ നമുക്ക് തോന്നുന്നത് താൻ ഇല്ലാതായതുപോലെ. കാരണം നമ്മൾ ഒരിക്കലും വേർപെട്ടതല്ല. വേദനയാകുന്നത് നമുക്ക് തന്നെ കാണാനാവാത്ത ആ ബന്ധമാണെന്ന് ഗുരു പറഞ്ഞു. സൽമ, നീ മരമായില്ല, നീ അതിൻ്റെ വേരാണ്. മരങ്ങൾ വളരാൻ മണ്ണിൻ്റെ കനൽ വേണം, നീ അതാണ്, ഗുരു സൽമയോട് പറഞ്ഞു. സൽമയിൽ അത് ഒരു പുതിയ ജാലക കാഴ്ച തുറന്നു. അങ്ങനെ ഒരു രാത്രി സൽമ തൻ്റെ പുരയിടം വിട്ടു പോകുകയായിരുന്നു. അവൾ പഴയ കുടിലിലെ ഭിത്തിയിൽ കൈവച്ച് പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ വേരുകൾ എവിടെയാണെന്ന് അന്വേഷിക്കാനിടയില്ല. എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. മൺപാതയിലെ ഓരോ കാലടിയും ശബ്ദമില്ലാത്ത മുസ്തഫയുടെ കണ്ണിൽ വീഴുന്നു. അവൻ സംസാരിച്ചില്ല, അല്ലെങ്കിലും അതിനവന് കഴിയില്ലായിരുന്നു. അവൻ ഒരാത്മാവ് മാത്രമായത് അവൻ അറിയുന്നു. ഇപ്പോൾ തൻ്റെ സ്നേഹം പിടിക്കേണ്ടതല്ല, വിടുവിക്കേണ്ടതാണ്. ഒരു പുലരിയിൽ ഗുരുവിൻ്റെ തമ്പുരു ശബ്ദം കേൾക്കാതെയായി. അവൻ തിരികെ പോയെന്നോ മണ്ണിൽ ലയിച്ചെന്നോ പറയാനാവില്ല. പക്ഷെ സൽമയുടെ സ്വരത്തിൽ ഒരു പുതിയ വിടവുണ്ടായി, നിശബ്ദതയുടെ രാഗം. ഒരു ഗുഹയെപ്പോലുള്ള കാട്ടിൽ സൽമ നിൽക്കുന്നു. അവളുടെ ഹൃദയം വേദന കൊണ്ട് ഇളകുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊപ്പം ഒരു വാക്കുണ്ട്, ശാന്തി. പിറകിൽ നിന്ന് മുസ്തഫയുടേതുപോലെ തോന്നുന്ന ശബ്ദം, നീ ഞാനായില്ലേ സൽമ? അവൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ മറുപടി അവർ പങ്കുവെച്ച ശൂന്യതയിൽ നിന്ന് പുറത്തു വന്നു. നമ്മൾ ഒരേ വേരിൽ നിന്നാണെങ്കിൽ വേർപാട് ഒരു ഭ്രമം മാത്രമാണ്. മഞ്ഞുണങ്ങിയ ചിറകുകൾ പോലെ ആകാശം കടിഞ്ഞൂളം പോലെ നീലമായി. പുറത്ത് ചൂരലൻ പടർന്നു വീണ വഴികളിൽ സൽമയുടെ നടത്തം തുടർന്നു. ശാന്തമായ ഭക്തിസൂചകമാവുകയായിരുന്നു. ഒരു ജലസന്ധി. 2 ദിക്കുകൾക്കിടയിൽ മൗനമായി ഒതുങ്ങിയ വെള്ളത്തിൻ്റെ മനസ്സാക്ഷി. അവളത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഇവിടെ നിന്നാണ് അവൻ യാത്ര ചെയ്തത്, ഇവിടെ നിന്നാണ് ഞാൻ നിന്നത്. നിലവുകൾക്ക് ഈ ജലസന്ധി ചാരമണിയുന്നു, അവൾ പറഞ്ഞു. മുസ്തഫയുടെ മരണത്തിൻ്റെ വാർത്ത അതൊരു പകൽവേളയിലായിരുന്നില്ല. ആ വേദന രാത്രിയായിരുന്നു. ജലമനസ്സുകളിൽ ഒളിച്ചിരുന്ന നിന്റെ പേരിൽ വിളിച്ചുപോയ നിശബ്ദത. സൽമയ്ക്ക് രാവിൻ്റെ താളം ഇപ്പോഴും മനസ്സിൽ കേൾക്കാമായിരുന്നു. ഒരു തട്ടുകടയുള്ള പഴയ ആമാസ് റേഡിയോയിൽ നിന്നുള്ള ചിരിച്ചുരുട്ടിയ വാർത്ത പറയുന്നത് പോലെ, മുസ്തഫയെ ഇന്നലെ രാത്രി അജ്ഞാത മൃഗം ആക്രമിച്ച്. ഓർക്കാൻ കഴിഞ്ഞില്ല. ദേവദാരുവിൻ്റെ വേരുകൾ മൃഗത്തിൻ്റെ നഖങ്ങൾ കൊണ്ടെന്ന പോലെ ആ ശരീരത്തെ മുറിപ്പെടുത്തിയിരുന്നു. നീ മരണത്തെ ഭയക്കുന്നുണ്ടോ? ഒരിക്കൽ ഗുരു സൽമയോട് ചോദിച്ചിരുന്നു. മരണം എന്നെ ഭയക്കുന്നുണ്ട് ഗുരുവേ. കാരണം ഞാൻ കാത്തിരിക്കുന്നവളാണ്. കാത്തിരിക്കുന്നവർക്ക് ദേഹമല്ല, ആത്മാവാണ് പ്രശ്നം. പക്ഷേ ആത്മാവ് മരിക്കില്ല, അതാണ് അതിൻ്റെ ശിക്ഷ. ജലസന്ധിയിലേക്ക് ചെറുപാറകൾ വീഴുന്നത് പോലെ സൽമയുടെ ഓർമ്മകൾ വീഴുകയായിരുന്നു. ഒരിക്കൽ മുസ്തഫ ഇവിടെ വന്ന് വെള്ളത്തിൽ ഇരട്ടി ചിത്രം കാണിച്ചുകൊണ്ട് ചിരിച്ചിരുന്നു. ഇതാത്മാവാണ്, ഇതെൻ്റെ ഭയം. നീ കാണുന്ന രണ്ടും ഒരേ വെള്ളത്തിലാണ് വീണത്. ഒരേ മരണം, 2 രൂപങ്ങൾ. സൽമ വീണ്ടും തല കുനിച്ചു. അവൻ മരിച്ചതല്ല, ഞാൻ ജീവനിലാണെന്നത് അതിലും ഭീകരമാണ്, സൽമ പറഞ്ഞു. അവളൊരു മുഷിപ്പോടെ ആ ജലസന്ധിയുടെ അരികിൽ പതുങ്ങി നിന്നു. കാറ്റവളുടെ ചുണ്ടുകളിൽ തിരഞ്ഞു. വെള്ളത്തിലെ ആകാശം ഭ്രാന്തു പിടിച്ച പോലെ വിറച്ചിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ശബ്ദം പടർന്നുയർന്നു. ഒരു കവിതയുടെ ഭാഷയിൽ, ആത്മാവിൻ്റെ പാട്ടിൽ, മിസ്റ്റിക് ഭാവത്തിൽ.
മരണം എൻ്റെ മനസ്സിലെ പാത്രമാണ്. അതിൽ ഞാൻ സ്നേഹം ചേർക്കുന്നു. തുടക്കം പോലെ ഞാൻ ഇല്ലാതെ പോകുമ്പോഴും നീ എന്നിൽ ജീവിക്കും, ഒളിച്ചിരിക്കുന്ന സൂര്യൻ പോലെ. പിന്നെ അവൾ നിലത്തിരുന്നു, കണ്ണുകൾ മൂടിയതുപോലെ മൗനത്തിലേക്ക് മുങ്ങി. ഒരു ശബ്ദം കടന്നു, ചെറുതായി. സെൽമ, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ടില്ല. ആ ശബ്ദം ഓർമ്മയാണോ? പാതിരാത്രിയിലെ കാറ്റോ ആത്മാവിൻ്റെ മൂളലോ? അവളൊരു പുഷ്പം വെള്ളത്തിൽ വിഴുങ്ങിച്ചു. അതിൻ്റെ നീലനിറം അവളുടെ കണ്ണുകളിൽ തുടിച്ചു. അപ്പോൾ അവളുടെ വാതിലുകൾക്കപ്പുറത്തു നിന്ന് ഒരു ശബ്ദമുയർന്നു. ഗുരുവേ, കറുത്ത നിഴലുകളിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. അകത്തുള്ള അവളുടെ പേര് സെൽമയാണോ? അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.